ഞങ്ങൾക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല, വോട്ട് ചെയ്യണോ വേണ്ടേ തീരുമാനമായിട്ടില്ല. അപ്പൊ 5 മണിക്ക് മുന്നേ അവരെന്തെങ്കിലും ഒരു പറയട്ടെ, ഇത് തരാൻ പറ്റുന്നോ അല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ, ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്ലബ്ബ് വേണമെന്നുള്ള കാര്യങ്ങൾ 3 പാർട്ടിയോടും പറഞ്ഞ അതിന്റെ ഒരു വിവരം ഇതുവരെ ഈ ഇലക്ഷന്റെ അന്ന് വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾ പോവാത്തത്. ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്, അതിൽ ഞങ്ങൾ ഉറച്ചിക്കുകയാണ്. ഇത്രയും പേരുണ്ട്, അപ്പോൾ തീരുമാനം വേണം, ഞങ്ങൾ പോകില്ല. എന്തെങ്കിലും തീരുമാനം വേണം. പൊന്നാര മുത്താള, ഞങ്ങളോട് പറയണോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ 10-40 ആൾക്കാരുണ്ടായിട്ട് നാട്ടിലൊരു ക്ലബ്ബ് രൂപീകരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തോൽവി തന്നെയാണ്. ഒരാളൊരു 100 റുപ്യ വെച്ചെടുത്താൽ ഒരു മാസം 4000 റുപ്യ കിട്ടും. 4000 റുപ്യേൻ്റെ ഒരു ക്ലബ്ബ് സുഖസുന്ദരമായി കൊണ്ടെടുക്കാം. ഇവിടെ 10ഉം 8ഉം 10 ആൾക്കാർ വരെ ക്ലബ്ബ് കൊണ്ടെടുക്കുന്ന ക്ലബ്ബുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ വോട്ടൊന്നും ചെയ്യാതിരിക്കരുത്. ഈ വോട്ട് ചെയ്യലെന്ന് പറഞ്ഞാൽ ഞാനും കളിയും ക്ലബ്ബൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, കളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മളൊക്കെ. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാലേ ഈ വോട്ടിൽ വേറൊരു കാര്യം പാടിയുണ്ട്. നമ്മൾ ഈ ക്ലബിൻ്റെയും ഫുട്ബോളിൻ്റെ ഒക്കെ അപ്പുറം നമ്മളെ പരിധിയിൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് NRCൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പിന്മാറി കഴിഞ്ഞാൽ ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ളൊരു കാഴ്ചപ്പാടാവും. അതുകൊണ്ട് ഒരു ക്ലബിൻ്റെ പേരിലോ ഗ്രൗണ്ടിൻ്റെ പേരിലോ നിങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഡിസിഷൻക്ക് ആരും എത്തരുത്. ക്ലബ്ബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 ആൾ കൂടിയിട്ട് അല്ലെങ്കിൽ 10 ആൾ കൂടിയിട്ട് ക്ലബ്ബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നോ ഇതിനൊക്കെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾ സ്ഥലം കണ്ടെത്തിയിട്ട് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്യുക. അല്ലാതെ 40 ആൾക്കാർ നിങ്ങളവിടെ ഉണ്ടായിട്ട് നിങ്ങളെ കൊണ്ട് ഒരു ക്ലബ്ബ് രൂപീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പാർട്ടിൻ്റെ മോശമോ ഒരു ഇതിൻ്റെ മോശമല്ല, അത് നിങ്ങളെ മോശമാണ്. അത് നിങ്ങൾക്ക് ശരിക്കും ചിന്തിച്ചാലും അറിയാം, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം.